ചോദ്യം ഇതാണ്, 11 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിൽ വരയ്ക്കാവുന്ന വികരണങ്ങളുടെ എണ്ണം എത്ര? ഒരു പോളിഗണിൽ വരയ്ക്കാവുന്ന ഡയഗണൽസിന്, വികരണം എന്ന് പറഞ്ഞാൽ ഡയഗണൽസിൻ്റെ കൗണ്ട് എത്ര എന്നാണ്. ഡയഗണൽസിൻ്റെ വശങ്ങളുടെ എണ്ണത്തിന് n എന്ന് റെപ്രസെൻ്റ് ചെയ്താൽ ഡയഗണൽസിൻ്റെ കൗണ്ട് കാണാൻ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇക്വേഷൻ മറ്റൊന്നുമല്ല, n × n-3/2 ആണ് ഡയഗണൽസിൻ്റെ കൗണ്ട് കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ, n എന്ന് പറയുന്ന എത്ര വശങ്ങളുണ്ടെന്നാ. ഇവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് 11 വശങ്ങളാണ് നമ്മുടെ പോളിഗണിനുള്ളത്. അപ്പോൾ എന്നിൻ്റെ സ്ഥാനത്ത് 11 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. 11 × n-3 ആണ്. അപ്പോൾ 11 - 3 × 2. ഓക്കെ അല്ലേ? പ്രൊസീഡ് ചെയ്യാമല്ലോ. 11 × 8/2 എന്ന് വരും. 8ഉം 2ഉം കൂടെ അവിടെ ക്യാൻസലാകും. 11 × 4 നമുക്ക് പറയാം 44 ഡയഗണൽസ് ആണ് ഇവിടെ ഈ പോളിഗണിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഇക്വേഷൻ മറക്കണ്ട. ഒരു പോളിഗണിൻ്റെ അകത്ത് വരയ്ക്കാവുന്ന ഡയഗണൽസിൻ്റെ എണ്ണം കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് n × n-3/2. ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.